തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ്. 2014-2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി ലീഡ് നേടിയ മണ്ഡലം. 2016-21 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25 വാർഡുകളിൽ 11 ബി.ജെ.പി വിജയിച്ച മണ്ഡലം. അങ്ങനെ ശക്തി കേന്ദ്രമായ വട്ടിയൂർക്കാവിൽ ബി.ജെ.പി ആരെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും? എന്തായാലും മുൻനിര നേതാവ് തന്നെയാകും. വട്ടിയൂർക്കാവിലേക്ക് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേര് സജീവമായി കഴിഞ്ഞു. ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിലേ മത്സരിക്കാനുള്ളൂ എന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ. തന്റെ വിശ്വസ്തരോട് കെ സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടി വന്നതിനാൽ കെ സുരേന്ദ്രൻ ഇത്തവണ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ വട്ടിയൂർക്കാവിലേക്ക് അങ്കത്തട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. കെ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ബി.ജെ.പി കോർ ഗ്രൂപ്പ് യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കുവാനുള്ള ആലോചനകളെക്കുറിച്ച് അദ്ദേഹത്തെ ധരിപ്പിച്ചതായാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ തന്റെ വിശ്വസ്തരോട് മനസ്സ് തുറന്നത്. ഇതോടെ വട്ടിയൂർക്കാവിൽ ആരെ മത്സരിപ്പിക്കണമെന്ന ചർച്ചയിൽ കെ സുരേന്ദ്രന് മുൻതൂക്കം ലഭിക്കും. കാരണം തിരുവനന്തപുരം പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്ന അഭിപ്രായവും കെ സുരേന്ദ്രന്റെ നിലപാടും പാർട്ടി നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനാകും മുൻതൂക്കം. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് ഒഴിവാക്കിയ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന അഭിപ്രായം ബി.ജെ.പി നേതാക്കൾ പങ്കുവച്ചിരുന്നു. എന്നാൽ കെ സുരേന്ദ്രനെ വട്ടിയൂർക്കാവിൽ പരിഗണിക്കാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാകണം ആർ ശ്രീലേഖ ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടാവില്ല. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. എനിക്ക് 5 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡിന്റെ വികസനവും മെച്ചപ്പെടലുമാണ്. ആർ ശ്രീലേഖയുടെ പ്രതികരണത്തിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധമാണ്. മറ്റൊന്ന്, വട്ടിയൂർക്കാവ് സീറ്റും മേയർ സ്ഥാനത്തെ പോലെ വാഗ്ദാനം ചെയ്ത ശേഷം കിട്ടാതിരിക്കാമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികരണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.